വെൽക്കം ടു Ponnus ചാനൽ. ഇന്ന് എല്ലാവർക്കും സുപരിചിതമായിട്ട് ട്രെൻഡി ആയിട്ടൊരു വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്നത് ബക്കറ്റ് ചിക്കനാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇനി നമുക്കിത് രണ്ട് സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡീപ്പായിട്ട് നല്ല പോലെ ഒന്ന് ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം. അപ്പോഴത്തേക്കും മസാല നമ്മൾ എടുക്കുമ്പോൾ ഈ മസാല ഇതിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നല്ലപോലെ ഡീപ്പായിട്ട് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് മസാല പുരട്ടാൻ കഴിയും. ഓക്കെ, ഇത് ഒരു ട്രെൻഡി ആയിട്ടുള്ള വിഭവം ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യത്തിന് അത് സക്സസ് ആയി. നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെങ്കിൽ നല്ലതായിരിക്കും. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഉണക്കമുളക് ചതച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ ആഡ് ചെയ്താൽ കരിഞ്ഞു പോകും. ഗരം മസാലപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. 1 നാരങ്ങയുടെ നീരാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനകത്ത് വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നമ്മൾ ഈ മസാല കോഴിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ സൈഡിലും പിടിക്കത്തക്കവണ്ണം നന്നായിട്ട് ഈ കോഴിയിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കണം, അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചേക്കുന്നതിലേക്കും 2 സൈഡിലും അകത്തും ഒക്കെ ഇത് നല്ല പോലെ ഈ മസാല ഇതിലേക്ക് ഇറങ്ങത്തക്കവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു തന്തൂരി ചിക്കനോ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കനോ ഒന്നും വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പം നമുക്കപ്പോൾ അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറില്ല. അപ്പം ഇതെന്ന് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ആവുന്നില്ല. നമുക്കുള്ള തിങ്സ് വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആകെ ചിക്കൻ മാത്രമാണ് വാങ്ങിക്കാനുള്ളത്. പിന്നെ നമ്മുടെ മസാല നമുക്ക് നോർമലി നമ്മൾ കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മസാലകൾ തന്നെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലായിടത്തും അകത്തേക്ക് ഞാൻ മസാല അപ്ലൈ ചെയ്തിട്ടുണ്ട്. അകത്ത് മസാല ഒന്ന് പിടിച്ച് സോഫ്റ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ഫ്ലേവർ കിട്ടാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വേണം. മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് വെക്കണം. മല്ലിയില ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മല്ലിയിലയും കൂടെ വെച്ചിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം ഒന്ന് വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. കണ്ടോ, മസാല എല്ലായിടത്തും ഞാൻ പുരട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും മസാല പ്രത്യേകം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് ഇത് ഒന്ന് വെച്ച് മാറ്റി വെക്കാം. നമുക്കൊരു കമ്പ്, അതുപോലത്തെ ചെറിയൊരു കമ്പ് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഷാർപ്പിൽ എടുക്കുകയാണെങ്കിൽ നമുക്കത് കുത്താനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു റെഡിയാക്കി എടുക്കുക. പിന്നെ കുറച്ച് വാഴയില വേണം. അപ്പോൾ ഞാൻ കമ്പ് കുത്തി ഈ വാഴയില ഇതിലേക്ക് എടുക്കുക, ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ വാഴയില വെക്കുമ്പോഴത്തേക്കിനും ഈ ചിക്കന് എന്തെങ്കിലും താഴോട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ വാഴയിലേക്ക് അത് വീണോളും. നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ വെച്ചിട്ട് നമ്മൾ ബക്കറ്റോ അല്ലെങ്കിൽ കലോ വല്ലതും വെക്കുമ്പോൾ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചിക്കൻ വെക്കാനായിട്ട്. ഇതുപോലെ നിൽക്കണം, ഒത്തിരി താന്നു പോകാൻ പാടില്ല. ഇനി നമ്മളിതിൻ്റെ കാലും കൂടെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് പോകാതിരിക്കാനായിട്ടാണ്. കാലും ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഇതിലാണ് കമ്പ് വെച്ച് ചിക്കൻ റെഡിയാക്കി വെക്കേണ്ടത്. എനിക്ക് ബക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കലം കഴുകി വൃത്തിയാക്കി കലം കമത്തിയേക്കാണ്. കലം ഒരിക്കലും ചിക്കന് ടച്ച് ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കല്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിറകെടുക്കുകയാണ്. ഇതുപോലെ വിറക് എല്ലാ സൈഡിലും അടുക്കിയിട്ട് ഞാൻ തീ കൊളുത്താൻ പോവുകയാണ്.
തീ കത്തി തുടങ്ങി. അതുപോലെ എല്ലാ സൈഡിലും തീ കത്തണം. ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. 20 മിനിറ്റ് കറക്റ്റായിട്ട് നോക്കി ടൈം നോക്കിയതാണ്. 20 മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. അതിൽ കൂടുതൽ ടൈം ആവശ്യമില്ല. നന്നായിട്ട് തീ എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ തീ കത്തണം. ഉണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് ആളി തീയിലാണിത് വേകുന്നത്. നന്നായിട്ട് ഒരുപോലെ തീ കത്തിക്കുക. എടുത്തത് വിറക് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. തീ ഇവിടെ അണഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഇതാക്കുകയാണ്. ഞാൻ കല്ല് മാറ്റി ആദ്യമേ. എന്നിട്ട് ഈ കലം ഒന്ന് പൊക്കി നോക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ചൂടാണ്, സൂക്ഷിക്കണം. കണ്ടോ, നല്ല നമ്മുടെ ചിക്കൻ ഇവിടെ കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പോലെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു ഇല ഉപയോഗിച്ചെടുത്ത് നമ്മുടെ സെർവിങ് ഇതിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് സെർവ് ചെയ്യാനായിട്ട്. ഒരു ഇലക്കകത്ത് തന്നെയാണ്. എല്ലാ ഇലയിലാകുമ്പോൾ നല്ല നാടൻ രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മുടെ ബക്കൻ ചിക്കൻ ഞങ്ങൾ ഇവിടെ സക്സസ് ആയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇതിനൊക്കെ ഞാനൊരു അരമുറി ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Ponnus channel signing out. Bye bye. Thank you.